ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ നീഡ് ഫോർ പ്രൊവൈഡിങ് ഡിപ്രിസിയേഷൻ. ഡിപ്രിസിയേഷൻ്റെ ആവശ്യകത എന്താണെന്നാണ് ചോദിച്ചത്. അത് ഉത്തരം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പോയിൻ്റ് ഔട്ട് എനി ഫോർ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൊവിഷൻ ആൻഡ് റിസർവ്. റിസർവും പ്രൊവിഷനും തമ്മിലുള്ള മാറ്റം അതും നമ്മൾ എന്താക്കി പറഞ്ഞു കഴിഞ്ഞു കേട്ടോ. അടുത്തത് സീനട്രേറ്റേഴ്സ് പർച്ചേസ് മെഷീനറി ഓഫ് ഫോർ RS 10,000 അല്ല 1 lakh കേട്ടോ. 1 lakhൻ്റെ മെഷീനറി വാങ്ങി. 10,000 രൂപ അത് എറക്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തു. എറക്റ്റ് ചെയ്യാൻ സ്ഥാപിക്കാൻ വേണ്ടി 10,000 കൊടുത്തു. അപ്പം ഇവിടെ നമ്മൾ ഇതിമെന്ന് മനസ്സിലാക്കേണ്ടത് 1,10,000 ആണ് നമ്മുടെ മെഷീനറിൻ്റെ കോസ്റ്റ് കേട്ടോ. ദ മെഷീനറി ഈസ് എക്സ്പെക്റ്റഡ് എ ലൈഫ് ഓഫ് 10 years, 10 വർഷം. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്തല്ല പെർസെൻറ്റേജ് അല്ല കൊടുത്തിട്ടുള്ളത്, ഇയർ ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അടുത്തത് 10,000 ആസ് സ്ക്രാപ്പ് വാല്യൂ. 10,000 രൂപ എന്താവും സ്ക്രാപ്പ് വാല്യൂ ആക്കിയിട്ടും കിട്ടും. അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് സ്ട്രൈറ്റ് ലൈൻ മെത്തേഡിൽ ഇതിൻ്റെ ഡിപ്രിസിയേഷൻ അക്കൗണ്ട്, മെഷീനറി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കുക, അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക. സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് ആയതുകൊണ്ട് എല്ലാ വർഷവും ഒരേ രൂപത്തിൽ എന്തുണ്ടാവുള്ളൂ, ഇതിൻ്റെ ഡിപ്രിസിയേഷൻ ഉണ്ടാവുള്ളൂ. എല്ലാ വർഷവും ഒരേ എമൗണ്ട് ആയിരിക്കും. അപ്പോൾ അതെങ്ങനെ കാണാൻ നോക്കുക. കോസ്റ്റ് ഓഫ് അസറ്റ് എത്ര ഇവിടെ വരുന്നത്? 1,10,000. 1,10,000 അല്ലേ? 1,10,000 മൈനസ് സ്ക്രാപ്പ് വാല്യൂ എത്രയാണ്? 10,000 ഡിവൈഡ് ബൈ 10. അപ്പം ഇവിടെ എത്രയാണ് വരിക? 1,00,000 ബൈ 10. അപ്പോൾ 10,000 രൂപയാണ് എന്ത് വരിക? ഇതിൻ്റെ ഡിപ്രിസിയേഷൻ വരിക. അപ്പോൾ ഒന്നാമത്തെ വർഷം 10,000, രണ്ടാമത്തെ വർഷം 10,000. സിമ്പിളാണല്ലോ. ഓക്കെ, അടുത്ത നമ്മുടെ ചോദ്യം നോക്കാം. റൈറ്റ് എനി 3 ഡിഫറൻസസ് ബിറ്റ്വീൻ സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് ആൻഡ് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് ഓഫ് കാൽക്കുലേറ്റിംഗ് ഡിപ്രിസിയേഷൻ. 4 ഡിഫറൻസസ്, 2 ഡിഫറൻസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡും സ്ട്രൈറ്റ് ലൈൻ വാല്യൂ മെത്തേഡും തമ്മിലുള്ള 4 ഡിഫറൻസസ്. അതെന്തായാലും ഒന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതാട്ടോ. ആ ചോദ്യം എന്താകുന്നുണ്ട്, വീണ്ടും വീണ്ടും ആവർത്തിച്ച് വരുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് കേൾക്കുക. ഒന്നാമത്തെ ഡിഫറൻസ് എന്താ നോക്കിക്കോ. സ്ട്രൈറ്റ് ലൈൻ മെത്തേഡിൽ ചാർജിങ് ഡിപ്രിസിയേഷൻ ഓൺ ഒറിജിനൽ കോസ്റ്റ്. ആ മെഷീനറിക്ക് എത്രയാണോ വില, ആ വിലയിലാണ് നമ്മൾ ഡിപ്രിസിയേഷൻ കണക്കാക്കുന്നത്. എവിടെ? സ്ട്രൈറ്റ് ലൈൻ മെത്തേഡിൽ. അതേസമയം ഡിമിനിഷിങ് മെത്തേഡിലോ ബുക്ക് വാല്യൂ, ബുക്കിൽ എത്രയാണോ അതിൻ്റെ വാല്യൂ വരുന്നത്, അപ്പോൾ ഓരോ വർഷം കഴിയുമ്പോൾ എന്താവും അതിൻ്റെ വില അങ്ങനെ കുറഞ്ഞു വരും. അപ്പോൾ ആ വാല്യൂ ബേസ് ചെയ്തിട്ടാണ് എന്താവുന്നത് ഡിപ്രിസിയേഷൻ കണക്കാക്കുന്നത്. ഒന്നാമത്തെ മാറ്റം. രണ്ടാമത്തെ മാറ്റം, ആനുവൽ ഡിപ്രിസിയേഷൻ ചാർജ് ഈസ് ഫിക്സഡ്. എവിടെ? സ്ട്രൈറ്റ് ലൈനിൽ. അതേസമയം നമ്മുടെ ഇതിലോ ഡിമിനിഷിങ് മെത്തേഡിലോ അത് ഓരോ വർഷം എന്താണ്? ഫിക്സഡ് അല്ല, നോട്ട് ഫിക്സഡ് ആണ്. ഓക്കെ, അത് ഡിക്ലൈൻസ് ആഫ്റ്റർ ഇയർ ആൻഡ് ഇയർ. ഓരോ വർഷം കഴിയുന്തോറും അതിങ്ങനെ കുറഞ്ഞ് വരികയാണ് ചെയ്യുക. ഓക്കെ, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ 2 ഡിഫറൻസും അത് രണ്ടും എന്താക്കിയാൽ മതി, അവിടെ എഴുതി കൊടുത്താൽ മതി. ഇനി നോക്കുക, ഇവിടെ പ്ലാന്റ് അക്കൗണ്ട് ആയിട്ട് ഉണ്ടാക്കേണ്ടി വരിക 44 ലക്ഷമാണ്. വാങ്ങിയ ഡേറ്റ് 1/1/2018. ഇനി അവസാനിക്കുന്ന എപ്പോഴാണ് നോക്കണം കേട്ടോ, എന്നാലേ എന്താവുള്ളൂ. അതാ ജനുവരിയിലാണ് വാങ്ങിയത്, അവസാനിക്കുന്നത് 31. സോറി, ഇത് കണക്ക് മാറിയിട്ടുണ്ട് കേട്ടോ. ഇറ്റ് ഈസ് ഡിസൈഡ് ഡിപ്രിസിയേറ്റ് 10% അണ്ടർ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്. ഇവിടെ എന്ത് പറഞ്ഞിട്ടില്ലയെന്നോ, അവസാനിക്കുന്ന എപ്പോഴാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ ഡിസംബർ 31 എന്താക്കിയാൽ മതി, അസ്യൂം ചെയ്താൽ മതി. കാരണം ഇവിടെ വാങ്ങിയത് 1/1. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ കോസ്റ്റ് ഓഫ് അസറ്റ് കണക്കാക്കേണ്ടത് 4 ലക്ഷം പ്ലസ് 50,000 രൂപ അത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് 50,000 രൂപ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 4,50,000 ഡിവൈഡ് ബൈ 10%. ഓക്കെ, അതാണ് ഫസ്റ്റ് വർഷം ഉണ്ടാകുക. രണ്ടാമത്തെ വർഷം ഡിമിനിഷിങ് അല്ലേ, ആ 10% എത്രയാണോ അത്രയും കുറച്ചിട്ടാണ് പിന്നെ ഉണ്ടാവുക. ഇനി അടുത്തത് നോക്ക്, 3 ലക്ഷത്തിന് എന്താക്കി മെഷീനറി വാങ്ങി 10,000 അത് സ്ഥാപിക്കാൻ വേണ്ടി കൊടുത്തു. അപ്പോൾ കോസ്റ്റ് ഓഫ് അസറ്റ് എത്രയാണ്? 3,10,000 ഉണ്ടാവുക. ഓക്കെ, ഡിപ്രിസിയേഷൻ 10% ആണ്. സ്ട്രൈറ്റ് ലൈൻ മെത്തേഡാണ്. അപ്പോൾ ഒറ്റ ഇത് മാത്രം എന്താക്കിയാൽ മതി, കണ്ടാൽ മതി. 4 വർഷത്തേക്കാണ് എന്താവേണ്ടത്, നമ്മൾ ഡിപ്രിസിയേഷൻ കാണാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നപ്പോഴാണ് 31 ഡിസംബറാണ്. ചെയ്ത അതേ രൂപത്തിലുള്ള കണക്കായതുകൊണ്ട് വീണ്ടും നമ്മൾ ചെയ്യുന്നില്ല. സ്ട്രൈറ്റ് ലൈൻ നമ്മൾ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഈ കണക്ക് നമുക്ക് എന്താക്കാം, ജസ്റ്റ് ഒന്ന് ചെയ്യാം. ഓക്കെ,
ഈ കണക്ക് നമുക്കൊന്ന് ചെയ്യാം. ആദ്യം നമ്മൾ നോക്കട്ടോ. എന്താ മെഷീനറി അക്കൗണ്ട് നമ്മൾ ഉണ്ടാക്കുകയാണ്. ഡേറ്റ്, പെർട്ടിക്കുലർ എമൗണ്ട്, ഡേറ്റ്, പെർട്ടിക്കുലർ എമൗണ്ട്. മെഷീനറി അക്കൗണ്ടാണ് കേട്ടോ. മെഷീനറി വാങ്ങി. ആദ്യം തന്നെ മെഷീനറി വാങ്ങുന്ന സമയത്ത് ജേണൽ എൻട്രി ഉണ്ടാവുക മെഷീനറി അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. അപ്പോൾ ഇവിടെ ടു ക്യാഷ് ഇത് മെഷീനറി. അപ്പോൾ ഇവിടെ ടു ക്യാഷ് എത്ര ഉണ്ടാവുക? 3,10,000. കാരണം 3 ലക്ഷം റുപ്യ മെഷീനറി വാങ്ങാനും 10,000 അതിന് ഇൻസ്റ്റലേഷനും വേണ്ടി കൊടുത്തിട്ടുണ്ട്. അപ്പം ഇവിടെ 3,10,000 ഉണ്ടാവും കേട്ടോ. 3,10,000. ഇത് 1/1. ഇനി 31-നാണ് നമ്മൾ എന്താ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുക. ചാർജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ഇവിടെ 10% എന്തുണ്ടാകുക? ഡിപ്രിസിയേഷൻ ഉണ്ടാകുക. സ്ട്രൈറ്റ് ലൈൻ മെത്തേഡാണ്. അപ്പോൾ നോക്കുക, 3,10,000 ഇൻറ്റു 10/100. അപ്പോൾ എത്ര ഉണ്ടാവുക? 31,000 ഉണ്ടാവുക. ഇവിടെ നമ്മൾ 31,000 ഡിപ്രിസിയേഷൻ. ഡേറ്റ് ഡിപ്രിസിയേഷൻ എപ്പോഴും എന്തായിരിക്കും? ലാസ്റ്റ് മന്തിൻ്റെ വർഷത്തിൻ്റെ ലാസ്റ്റ് ദിവസമായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ അത് കൊടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ഇത് ബാലൻസ് ചെയ്യുന്നു. ഇവിടെ 3,10,000, ഇവിടെയും 3,10,000 വരിക. അതിൽ പിന്നെ ബാക്കി ഉണ്ടാകുക 29,04,500. ഓക്കെ, ബാലൻസ്. ഇതേ സെയിം ബാലൻസ് എന്താവും? നമ്മൾ ഇങ്ങോട്ട് എഴുതുന്നു. ഇങ്ങോട്ട് എഴുതുന്ന സമയത്ത് ഇവിടെ 1/1 പിറ്റത്തെ വർഷം ഉണ്ടാവുക. നമ്മളെന്താക്കി? 29,04,500 ഇവിടെ കൊടുത്തു. ഇനി ഇതിൻ്റെ ഡിപ്രിസിയേഷൻ കണക്കാക്കുകയാണ്. ഇത് സ്ട്രൈറ്റ് ലൈൻ ആയതുകൊണ്ട് ഡിപ്രിസിയേഷൻ എന്താക്കേണ്ട, ഇനി വേറെ കണക്കാക്കേണ്ട ആവശ്യമില്ല. നേരത്തെ എത്രയാണ് ഡിപ്രിസിയേഷൻ കൊടുത്തത് അതേ ഡിപ്രിസിയേഷൻ എന്താക്കിയാൽ മതി, വീണ്ടും കൊടുത്താൽ മതി കേട്ടോ. അത്രയേ ഉള്ളൂ. ഓക്കെ, ഇവിടെ 31 ഡേറ്റ് ഉണ്ടാവുക. ഇത് ഇങ്ങോട്ട് ഇറക്കി ചെയ്താൽ ഇതേ എമൗണ്ട് എന്താക്കുക, ഇങ്ങോട്ട് വലിയ എമൗണ്ട് ഇറക്കി ചെയ്താൽ എത്രയാണോ ബാലൻസ് വരുന്നത് അതിവിടെ എഴുതി കൊടുക്കുക. ഓക്കെ, ഇനി പിറ്റത്തെ വർഷം അങ്ങനെ തന്നെയാണ്. ബാലൻസ് ഇവിടെ ഡിപ്രിസിയേഷൻ സെയിം ഡിപ്രിസിയേഷൻ എന്താക്കുക, ഇവിടെ കുറക്കുക. അപ്പോൾ ഇത്ര മാത്രമേ എന്തുള്ളൂ നമുക്ക് ഈ ചാപ്റ്ററിൽ പറയാനായിട്ട് വരുന്നുള്ളൂ. ഓക്കെ, ഇനി ഇതും അതുപോലെ തന്നെയാണ്. ഇഷ്യൂങ് എ ചെക്ക്. ഇവിടെ എന്ത്? ക്യാഷിന് പകരം ചെക്ക്. ബാങ്ക് എന്താക്കുന്നു? ക്യാഷിന് പകരം ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് മാത്രം എന്താക്കിയാൽ മതി, എഴുതിയാൽ മതി. വാങ്ങുന്നത് 1/10-നാണ്. അപ്പോൾ നല്ലോണം ശ്രദ്ധിക്കുക, 1/10-നാണ്. ഇവരുടെ വർഷം അവസാനിക്കുന്നത് മാർച്ചിലാണ്. അപ്പോൾ 1/10 എന്ന് പറയുമ്പോൾ 1/10 അത് ആ മാസം മൊത്തം ഉണ്ടാവും. പിന്നെ 1/11, പിന്നെ 1/12, പിന്നെ 1/1, 1/2, 1/3. അപ്പോൾ 5-6 മാസമാണ് അതുണ്ടാകുക നമ്മളെ കയ്യിലുണ്ടാവുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ചാപ്റ്റർ എന്താകാണ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇതിൽ കാര്യമായിട്ടൊന്നുമില്ല കേട്ടോ. അതൊന്നും അതിൻ്റെ കൂട്ടത്തിലൊന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ.